പെൺപിള്ളേരെ നിങ്ങൾക്ക് ജിമ്മിൽ വിടാം, കരാട്ടെ പഠിപ്പിക്കാം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം, നല്ല കാര്യമാണ്. പക്ഷേ ഒരിക്കലും പെൺപിള്ളേരെ ആണാക്കുകയും ആൺപിള്ളേരെ പെണ്ണാക്കുകയും ചെയ്യരുത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ പെൺമക്കളുള്ളപ്പോൾ കൂടുതൽ നമ്മൾ ലാളിക്കുകയും അവർ നല്ല രീതിയിൽ വളർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ ആൺകുട്ടികളെ അവഗണിക്കുന്നുണ്ട്. കാരണം അവർ ശക്തരാണ്, പെൺപിള്ളേർ വീക്കാണ്. അതുകൊണ്ട് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ വളർത്താം, ആൺപിള്ളേർ എങ്ങനെയെങ്കിലും വളർന്നു എന്നുള്ളൂ എന്നാണ് ആളുകളുടെ ചിന്താഗതി. ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തെ വീക്കാക്കുന്നുണ്ട്. പെൺമക്കളെ നല്ല രീതിയിൽ ഇൻഡിപെൻഡൻ്റായി വളർത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം അത് കറക്റ്റ് തന്നെയാണ്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ പഠിപ്പിക്കണം. കാരണം ഒരു വീടിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും ആ വീട്ടിലെ അമ്മയായിരിക്കും. ആ അമ്മയ്ക്ക് ആ വീട് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും അത് ബാധിക്കുന്നത് നമ്മുടെ മക്കളെ ആയിരിക്കും. നാളെ നമ്മുടെ മക്കളെയൊന്നും യാതൊരുവിധ ലക്ഷ്യവുമില്ലാത്ത മക്കളായിട്ട് കാണാൻ പറ്റില്ല, ഡ്രഗ് അഡിക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല, വീക്കായിട്ട് കാണാൻ പറ്റത്തില്ല. ആൺപിള്ളേരും പെൺപിള്ളേരെയൊക്കെ ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തുക. കാരണം എല്ലാവരും ശക്തമായിരിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഒരു ജെൻഡറിനെ മാത്രം നമ്മൾ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.